ഇന്ന് സ്വാമിനാരായണ മന്ദിറിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗമായ ജാംനഗറിലാണ് ഇത്. ദ്വാരകയും സോമനാഥും പോകുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അക്ഷർധാം മന്ദിറിൻ്റെ ഒരു പാർട്ടാണ് ഈ മന്ദിറും. ബാബ്സ് ഓർഗനൈസേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് സ്വാമിനാരായണ മന്ദിറും. ഇവിടെ ഗുജറാത്തി ന്യൂ ഇയർ ആയിരുന്നേ, നമ്മുടെ വിഷു പോലെ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ചപ്പൽ വെക്കാൻ പോലും പ്രത്യേക സജ്ജീകരണങ്ങളായിരുന്നേ. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത്രയും തിരക്ക്. അവിടെ കാൽപാദങ്ങൾ ഒരാൾ പൈസ ഇടുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും ഇടുന്നുണ്ടായിരുന്നേ. ഇതൊരു വിശ്വാസമോ ആചാരമോ അല്ല കേട്ടോ. വിഷുവിന് നമ്മൾ കണിവെക്കുന്ന പോലെ മധുരപലഹാരങ്ങളാലും ഭക്ഷ്യവസ്തുക്കളാലും എല്ലായിടവും നിറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലെ ദീപാരാധന പോലെ ഇവിടെ ആരതിയും ഭജനുമാണ് സാധാരണ ദിവസങ്ങളിൽ ഉള്ളത്. പിന്നെ ഉള്ളത് നാരായണ സ്വാമിക്ക് ധാര ചെയ്യാറാണ് പതിവ്. നമുക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ന് അവിടെയും മധുരപലഹാരങ്ങളാൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. രേജേട്ടനും ത്രൈക്കുട്ടിക്കും കിട്ടി കുഞ്ഞു സീറ്റ് ബോക്സ്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ കൊത്തുപണികൾ കാണാനാണ് ഏറ്റവും ഭംഗി. ദീപാവലി ആഘോഷങ്ങൾ തീരാത്തതിനാൽ എവിടെ നോക്കിയാലും ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നേ. അലങ്കാരങ്ങളിൽ മുങ്ങി നിൽക്കുന്ന മന്ദിർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നേ. പിന്നെ ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും ബുക്സും ഒക്കെ വാങ്ങിക്കാൻ പറ്റുമേ. ബുക്സൊക്കെ ഗുജറാത്തി ബുക്സ് ആയിരുന്നേ. ഏട്ടനും എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നേ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എത്ര നേരം വേണമെങ്കിലും നല്ല കാമാങ്കോയറ്റായിട്ട് ഇരിക്കാൻ പറ്റുമേ. ഞങ്ങൾ ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കാറുണ്ട്. ഇന്ന് പക്ഷേ നല്ല തിരക്കായിരുന്നേ. എങ്കിലും ഇവിടുത്തെ കാറ്റിന് നല്ല പാലപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു.